ദജ്ജാലിനെ കൊല്ലാൻ സഹായിക്കും ഇമാം മഹ്ദി. വയുസാഇദുഹു അലാ ഖത്ലി ദജ്ജാൽ. ദജ്ജാലിനെ കൊല്ലാൻ മഹ്ദി സഹായിക്കും. എവിടെ വെച്ച്? ഇലാ ബാബിൽ ലുദ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ഇന്ന് ഇസ്രയേലിന്റെ എയർപോർട്ട്. ആ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ദജ്ജാലിനെ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലുന്നത്. ദജ്ജാല് ഈസ നബി അസർ നമസ്കാരത്തിന് ഇറങ്ങി എന്നറിയുമ്പോൾ തന്നെ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു പോകുന്നത് പോലെ, ഉരുകി പോകുന്നത് പോലെ ഈസ നബി ഇറങ്ങിയിട്ടുണ്ടെന്നറിയുമ്പോ ദജ്ജാൽ ഉരുകുകയാണ്. ഇസ്രായേലിന്റെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അവനെ ഖത്ൽ ചെയ്യുന്നത്. അതിനെ സഹായിക്കാനും കൂടി ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി ഉണ്ടാവും. പിന്നെ അദ്ദേഹം വഫാത്താവുകയാണ്. അപ്പൊ അതിന് പിന്നെ ഉത്തരവാദിത്തം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പൊ അതുകൊണ്ട് മഹ്ദി ഇമാം വരും എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ബൈനാക്കുൾ വെച്ച് നോക്കണ്ട. അതൊക്കെ ഒരു സമയമാകുമ്പോൾ അള്ളാഹു താല അത് എത്തേണ്ട സമയമാകുമ്പോൾ എത്തും. നമ്മളിപ്പോ അങ്ങോട്ട് നോക്കണ്ട. നമ്മൾ നന്നായി ഒന്ന് ദ്വാരക്കാൻ മതി. നമ്മളിപ്പോൾ നന്നായി ദ്വാരക്കാൻ മതി. ഇതൊന്നും കുഞ്ഞുങ്ങളെ കണ്ടിട്ടും കുഞ്ഞുങ്ങളുടെ മയ്യത്തിരിക്കുന്നത് കണ്ടിട്ടും അതേപോലെ പ്രതീകാത്മക മയ്യത്തുണ്ടാക്കിയിട്ട് നമ്മൾ വലിയ റാലി ജാഥയൊക്കെ സംഘടിപ്പിച്ച് ഭയങ്കര പ്രഭാഷണമൊക്കെ നമ്മൾ നടത്തും. ഒക്കെ സംഭവം ശരി തന്നെയാണ്. ഇതൊക്കെ സംഭവം ശരി തന്നെയാണ്. വല്ല ഫായിദ ഉണ്ടാ? നമ്മൾ എത്ര ദൂരം കിടക്കുന്നവർ, തൊട്ടടുത്ത് കിടക്കുന്നവർ എന്തേ മിണ്ടാത്തത്? മിണ്ടൂലാന്ന് നബി പറഞ്ഞ വാക്കാണ്. ഈ യുദ്ധം നിർത്തണേ എന്ന് ഒരാൾ പോലും പറയൂല കേട്ടോ. അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സ്വഹാബ. ഒരറബികളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പോലുമില്ല. പേടിക്കേണ്ട, അന്നും പറയൂല. അവരൊക്കെ പറയൂ, നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. എന്നൊരു വാക്ക് പോലും നിർത്തോ, യുദ്ധം നിർത്ത് എന്ന് പറയാൻ ഒരാളുണ്ടാവൂല. ആരിലുണ്ടോ? ഉണ്ടെന്ന് പറയും. പറഞ്ഞിട്ട് പിന്നെ മനസ്സിലായില്ലേ? ഒരാളുണ്ടാവൂല. ഹബീബായ തങ്ങൾ പറഞ്ഞത് സംഭവിക്കേണ്ട ഹബീബെ സംഭവിച്ചല്ലേ പറ്റുള്ളൂ. നമ്മളിപ്പോ വിഷമിച്ചൊരു കാര്യമുണ്ടോ? ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. സ്വർഗത്തിലേക്കൊക്കെ കുഞ്ഞു മക്കളെ വേണ്ടേ? യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരിഖ വകാസിം മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. സ്വർഗത്തിൽ നല്ല നല്ല ഭക്ഷണ തളികളുമായി പാനപാത്രങ്ങളുമായി കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ നമ്മളെ കറങ്ങി നമ്മളെ വരവേൽക്കുമെന്നാണ്. പരിശുദ്ധമായ ഹദീസ് പരിശോധിച്ചു നോക്കിയാലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്തതൊന്നുമില്ല. ഹബീബേ, ഈ കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെടുന്ന വിഷയത്തിനെ കുറിച്ച് നബിതങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇസ്ലാമിക യുദ്ധ ഉടമ്പടി എന്തെന്നറിയോ? അതാദ്യം പഠിക്കുക. ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി എന്താ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പല യുദ്ധത്തിലും പങ്കാളിയായിട്ടുണ്ട്. സ്വഹാബാക്കളും പല യുദ്ധങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ യോദ്ധാക്കളെ നിർത്തിയിട്ട് ഹബീബായ തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണം നടത്താറുണ്ട്. لا تقتلوا شيخا ولا امرأة ولا صبيا. സ്വഹാബത്തെ നമ്മുടെ ശത്രുക്കൾ ആരുമാകട്ടെ, ജൂതരാകട്ടെ, നസ്രാണികളാകട്ടെ, മുശ്രിക്കീങ്ങളാകട്ടെ, ഫാസിസ്റ്റ്, നാസിസ്റ്റ്, ദുർഭൂത, ദുർഗുണ, സവർണ, സവർഗ, പ്രതിലോമ, പിന്തിരിപ്പൻ ശക്തികൾ ആരുമായാലും ലാ തഖ്തുലൂ ശൈഖൻ വലംറഅതൻ വലാ സബിയ. അവരുടെ വൃദ്ധന്മാരെയോ വൃദ്ധകളെയോ പെൺമക്കളെയോ പെണ്ണുങ്ങളെയോ സ്ത്രീകളെയോ കുഞ്ഞുമക്കളെയോ നിങ്ങൾ കൊന്നുപോകരുത് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി. ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി ഇതാണ്.
പഠിക്കൂ, നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി ഇതാണ്. അള്ളാന്റെ റസൂൽ സഹാബാക്കളെ നിരത്തി നിർത്തിയിട്ട് പറഞ്ഞ വാക്കാണ്, ലാ തഖ്തുലു ഇംറഅതൻ, ഒരൊറ്റ പെണ്ണിനെ നിങ്ങൾ കൊന്നുപോകരുത്, ഒരു കുഞ്ഞിനെ കൊന്നുപോകരുത്, ഒരു വയസ്സനെ നിങ്ങൾ തൊട്ടുപോകരുത്. വലിയ വാക്കാ, തീർന്നില്ല. വലാ തഖ്തുലു ആബിദൻ ഫീ മിഹ്റാബിഹി വലാ റാഹിബൻ ഫീ സൗമഅതിഹി. പള്ളിയിൽ ആരാധിക്കുന്ന ഒരു ദാസനെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ. യൂദന്മാരുടെയോ യഹൂദന്മാരുടെയോ നസറാണികളുടെയോ ആരാധനാലയങ്ങളിൽ ആരാധിക്കുന്ന ഒരു പുരോഹിതനെയും നിങ്ങൾ വധിക്കരുത് കേട്ടോ. നബീന റസൂലുള്ളാഹി, നബിയുന റസൂലുള്ളാഹി. എന്താ ഈ വാക്ക്, എന്താ ഈ വാക്ക്? ഈ പ്രവാചകനാണോ തീവ്രവാദി? ഈ സമുദായമാണോ തീവ്രവാദി? സഹാബാക്കൾക്ക് എന്താ കൊന്നൂടായിരുന്നു ജൂതന്മാരെ? ഇബാദത്ത് ചെയ്യുന്ന ആരാധിക്കുന്ന ഒരു പുരുഷനെയും കൊല്ലരുത്. അത് ക്രിസ്ത്യാനിയാകട്ടെ, അത് ജൂതനാകട്ടെ, ആരും ആകട്ടെ, കൊല്ലാൻ പാടില്ല. അവൻ ആരാധിക്കുന്നവനാണ്, അവനെ കൊല്ലരുത്. അത്ര വലിയ വാക്കാണ്. തീർന്നില്ല. ലാ തഖ്തുലൂ ശാബൻ മാദാമ ലാ യഹ്മിലു സിലാഹ്. ആയുധമില്ലാതെ നിന്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ചെറുപ്പക്കാരൻ നിന്റെ വിരോധിയായിരിക്കാം. ഏ സഹാബത്തെ, അവരെ നിങ്ങൾ തൊട്ടുപോകരുത്, കൊന്നുകളയരുത് കേട്ടോ. ആയുധമില്ലാതെ നിരായുധനായി സഹാബാക്കളുടെ മുന്നിലേക്ക് അടുത്തു വരുന്ന ഒരു വിരോധിയാകട്ടെ, ഒരു പ്രതിയോഗിയാകട്ടെ, അവരെ കൊല്ലരുതേ എന്ന് ആദരവായ ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാ ഇതൊക്കെ. ഇതൊക്കെ ചെറിയ കാര്യമാണ്. ഇത് യുദ്ധ ഉടമ്പടി, ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി. എന്നിട്ട് ഇസ്ലാമിനെ കുറ്റം പറയാണ് അല്ലേ? ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടിയാണിത്. തീർന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർന്നില്ല. വലാ തജഹസൂ ബിഖതീൽ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൃതദേഹങ്ങൾ നിങ്ങൾ വികൃതമാക്കരുത് കേട്ടോ. പരുക്കുപറ്റി കിടക്കുന്നവരെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ. വലാ തഖ്തുലു അലാ ജരീഹ്. ഗുരുതരമായി പരിക്ക് പറ്റി യുദ്ധരണാകളത്തിൽ കിടക്കുന്ന, ആ യുദ്ധക്കളത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ സഹാബ, അവനെ കൊല്ലരുതേ, അവന്റെ കഥ കഴിക്കരുതേ. ഇനി യുദ്ധത്തിൽ ചത്തുപോയ ഒരു മൃതശരീരത്തെ നിങ്ങൾ അപമാനിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. ഇത് ലോകത്താര് പഠിപ്പിച്ചു കൊടുക്കും? അള്ളാന്റെ റസൂലിന്റെ വാക്കാണ് ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഈ ഫലസ്തീനില് ഒരു ജൂതൻ ചത്ത് കിടക്കുന്നു, ഒരു ജൂതപ്പട്ടാളം, ഒരു ഫലസ്തീനി അദ്ദേഹത്തിന്റെ പോയി നെഞ്ചിൽ ഇങ്ങനെ ചവിട്ടുന്നു. ഉടനെ മറ്റൊരു ഫലസ്തീനി പാടില്ല, കാലെടുത്ത് മാറ്റുന്നു. വീഡിയോ കണ്ടതാണ്. ഒരു ജൂതനാണ്, അവനെ മറ്റവരെ കൊല്ലാൻ വെടിവെക്കാൻ വന്നവനാണ്. ആ വെടിയേറ്റ് അവനെ കൊന്നിട്ട് അവൻ്റെ ദേഷ്യം കൊണ്ട് ഒരു ഫലസ്തീൻ ബാലൻ ചവിട്ടുന്നു. ഉടനെ തന്നെ മറ്റൊരാൾ കാലെടുത്ത് മാറ്റുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. മൃതദേഹത്തോട് ആദരവ് കാണിക്കുന്നുണ്ട് അവർ, അറിയോ? ഇത് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഒന്നാം ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ കൊണ്ടുപോയി സ്വഹാബാക്കൾക്ക് ഈ യുദ്ധ ഉടമ്പടി ഒന്നുകൂടി പുതുക്കി കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇസ്ലാമിന്റെ ഉടമ്പടി ഇതാണ്. നിങ്ങൾ ഇതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അള്ളാന്റെ റസൂൽ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ ആരും ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല കേട്ടോ. ഇതാണ് ഇസ്ലാമിന്റെ ഉടമ്പടി. അവരെ കൊല്ലാമായിരുന്നില്ലേ? അന്ന യഹൂദിയ അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാത്തിൻ മസ്മൂം.
ഒരു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു ജൂത പെണ്ണ് മാംസത്തിൽ വിഷം കലർത്തിയിട്ട് നബി തങ്ങളെ കൊല ചെയ്യാൻ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിലേക്കൊന്ന് സ്പർശിച്ച പാടെ ജിബ്രീൽ വന്ന് തട്ടിമാറ്റിയെങ്കിൽ ഓർക്കണേ, ആ ജൂത പെണ്ണ് നബി തങ്ങളെ വകവരുത്താൻ ചെയ്ത പണിയായിരുന്നു അത്. ഉടനെ മനസ്സിലാക്കി മണത്തറിഞ്ഞ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വന്ന ഈ ജൂത പെണ്ണിന്റെ മുടിക്ക് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉറയിൽ കിടന്ന വാളെടുത്ത് ഊരിപ്പിടിച്ചിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, അഫലാ നഖ്തുലുഹാ, അല്ലാഹുവിന്റെ റസൂലേ ഇവളെ ഞങ്ങളെ കഴുത്തറക്കട്ടെ നബിയേ. قال رسول الله صلى الله عليه وسلم لا ഉതുർകുഹാ, വെറുതെ അവളെ വിട്ടേക്കൂ ഉമറേ, അവളെ കൊല്ലേണ്ടതില്ല ഉമറേ. ജൂതപ്പെണ്ണ് നബിയെ കൊല്ലാൻ വന്ന ഒരു പെണ്ണ്, നബിയെ കൊല്ലാൻ വന്ന ജൂത പെണ്ണിന് ഇസ്ലാം പറഞ്ഞ് അവരോട് കാണിച്ച നീതിയും യുദ്ധ ഉടമ്പടി ഇതായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ആര്? തീവ്രവാദി. സ്വന്തം നാടിന് വേണ്ടിയിട്ട് നിലനിൽക്കാൻ ചെറുത്ത് നിൽക്കുന്നവൻ തീവ്രവാദി. അവനെയൊക്കെ കൊന്നൊടിച്ചിട്ട് അവിടുത്തെ പെട്രോൾ എടുക്കാൻ നിൽക്കുന്നവൻ ഈ നാട്ടിൻ്റെ മിതവാദി. ഇതല്ല ലോകം. നമ്മൾ പിറന്നു വീണ മണ്ണിനെ നമ്മളെ ഇവിടുന്ന് ഓടിച്ചിട്ട് തീവ്രവാദി, നമ്മളൊക്കെ തീവ്രവാദി. ഇതല്ലേ നമ്മൾ ആലോചിച്ചു എന്തായി തീവ്രവാദത്തിന് അർത്ഥമെന്ന് പോലും പറഞ്ഞു. സമാധാനത്തിൻ്റെ കാംക്ഷികളാണ് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വെറുതെ കൊന്നു? ആരെങ്കിലും അടിച്ചു കൊന്നു? ആരെങ്കിലും ഇഷ്ടി വെച്ച് തലക്കടിച്ചു കൊന്നു? ആരെങ്കിലും വിഷം കൊടുത്ത് കൊന്നു? ആരെങ്കിലും എവിടെയെങ്കിലും ബോംബ് വെച്ചോ ഒക്കെ ഞങ്ങളാണെന്ന് പരസ്യമായിട്ട് ഓരോരുത്തർ പ്രഖ്യാപിച്ചല്ലോ. എന്നിട്ട് എന്ത്, ആരെങ്കിലും എന്തെങ്കിലും വല്ല കേസെടുത്തോ? മുസ്ലിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ആക്ഷേപിച്ചാൽ ഉടനെ ഭയങ്കരമായ കേസ്. മറ്റുള്ളവർ എത്രയോ ആക്ഷേപിക്കുന്നു, വല്ല കേസുണ്ടോ? ഇല്ല, ഒരു കേസുമില്ല. അപ്പൊ നമ്മളെ ഒരു തീവ്രവാദികളാക്കി മാറ്റി. ഇതാണ് നമ്മുടെ പരീക്ഷ. മുസ്ലിം നീ മുസ്ലിമാണോ? ഖിയാമത്ത് വരെ നിന്റെ പരീക്ഷണം ഇതാണ്. ഖിയാമം വരെ നിന്റെ പരീക്ഷണം ഇതാണ്. ഇതിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ, അതോ നീ അൺസഹിക്കബിൾ ആണോ, ഇത് പറ്റൂല എന്ന് നീ പറയുവോ ഇല്ലയോ എന്ന് അറിയാൻ അള്ളാഹ് ചെയ്യുന്ന പണിയാണിത്. ഇതാണ് പരീക്ഷണം. അലിഫ് ലാം മീം അഹസിബൻ നാസ് أن يتركوا أن يقولوا آمنا وهم لا يفتنون. അല്ലാഹ് പറഞ്ഞ വാക്ക് എത്ര വലിയ വാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഖുർആൻ പഠിക്കുക സുഹൃത്തുക്കളെ, ഖുർആൻ പഠിക്കും. നമുക്ക് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. എല്ലാത്തിനും ഈ യുദ്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫലസ്തീനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചോ ഒന്നും MPയോ MLA യോ വാർഡ് മെമ്പറോ ഒന്നും അല്ല സംസാരിക്കണം. അവർക്കൊന്നും ഒന്നും അറിഞ്ഞൂടാ. അവർക്കൊക്കെ എന്താ പറയുക? അവർക്ക് ഇങ്ങനെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അവരങ്ങനെയാണ് ഇവരാണ് കാണിക്കുന്നത്, ശരിയല്ല, ഈ കുഞ്ഞുങ്ങളെ കൊല്ലണം, ഇതൊക്കെ അവർക്കറിയോ? യഥാർത്ഥ ചരിത്രം അറിയോ? അത് ഖുർആൻ പഠിക്കണോ? ഖുർആനിലേക്ക് വാ. അവിടെ നടക്കുന്ന സംഭവം ഖുർആനിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഖുർആനിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. അപ്പൊ നമ്മളെ MB എടുത്ത് വന്നിട്ട് ഇപ്പം ഹദീസ് പഠിക്കുക ഹബീബ് എന്ന് പറയാൻ പറ്റുമോ? അല്ലെ ഖുർആന്റെ 2 ആയത്തോത് ഹബീബ് എന്ന് പറയാൻ പറ്റുമോ? ഖുർആനിലുണ്ടല്ലോ സംഭവം. ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരാണ് ഫലസ്തീൻ എന്താന്ന് പറയേണ്ടത്, ഫലസ്തീനെ കുറിച്ച് പറയേണ്ടത് ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരാണ്. അല്ലാതെ ഫലസ്തീനെ കുറിച്ച് ആർക്കറിയാം? പ്രേമചന്ദ്രൻ MB വിളിച്ചു കഴിഞ്ഞാൽ ഫലസ്തീന്റെ മഹത്വം എന്നറിയാം. ഒരു ഹദീസ് വന്നിട്ട് പറയട്ടെ, പ്രസംഗിക്കാൻ എല്ലാവരും പറയും. കോരിക്കുന്നിൽ സുരേഷ് MB എല്ലാവരും പറയും, ശശി തരൂരും പറയും, എല്ലാവരും പറയും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നേ ഉള്ളൂ സംഭവം. എല്ലാവരും പറയാൻ എല്ലാവരും ഉണ്ടാവും. എന്തേ സംഭവം? എല്ലാവരും പറയും, പക്ഷെ കാതലില്ല. കാതലായ വിഷയം ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ പഠിച്ചെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ യുദ്ധം കുഞ്ഞുമക്കളൊക്കെ മരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കെന്താ വലിയ വിഷമമാണ്, നമുക്ക് വലിയ വിഷമവും പ്രയാസം ഉണ്ടാവും. പക്ഷെ ആ കുഞ്ഞുമക്കളുടെ അവസ്ഥ എന്താന്ന് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ ആലോചിച്ചു പോണ്, ആ മരിച്ച കൂട്ടത്തിൽ നമ്മളോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നല്ലോ. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറാമല്ല, ഇത്ര എളുപ്പമുള്ളവരോട് നമ്മൾ എന്ത് ത്യാഗം സഹിക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ. ഈ ബോംബ് വന്ന് അവരുടെ ശരീരത്തിലേക്ക് വീഴുന്ന ഈ ഗസയിലുള്ള മക്കള്, ഫലസ്തീനിലെ മക്കള് ഒരൊറ്റ തുള്ളി രക്തം ആദ്യം ചീറ്റുന്നതോടുകൂടി മുഴുവൻ പാവം പുറത്തു. ഔവ്വല ഖത്തറത്തിൽ ആദ്യത്തെ ഒരു തുള്ളി രക്തം, അതോടെ പാവം മുഴുവനും പുറത്തു. പിന്നത്തെ ഓരോ തുള്ളി രക്തത്തിനും പദവി അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശുഹദാക്കൾ ആരെന്ന് പഠിക്കണം.
നമ്മുടെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആരാണ് ശുഹദാക്കൾ എന്ന് പഠിക്കണം. വെറുതെ നമ്മൾ ഷഹീദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഷഹീദ്? ഷഹീദിന്റെ മാന അർത്ഥം എന്താണ്? അവർക്കുള്ള പദവി, കൂലി എന്താണ്? അതാദ്യം പഠിക്കുക. എന്താണ് ഷഹീദ് എന്ന് പറയുന്നത്? ഇന്ത്യൻ പട്ടാളം മരിച്ചാൽ പോലും പറയുന്ന പേര് ഷഹീദ് എന്നാണ്. ഹിന്ദിയിൽ അവർ ഷഹീദ് എന്നാ പറയാ. പക്ഷേ ഈ ഷഹീദ് എന്ന് ലോകത്ത് 3-ാമത്തെ സ്ഥാനക്കാരാണ് ഷഹീദ്, ശുഹദാക്കൾ. അള്ളാഹു അനുഗ്രഹിച്ചവരിൽ 3-ാം സ്ഥാനക്കാരാണ്. അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹു അനുഗ്രഹിച്ചതിൽ 3-ാമത്തെ പട്ടികയിലുള്ള ആൾ, ഒന്നാമത്തെ പട്ടികയിലുള്ള നബിയാക്കൾ. അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. രണ്ടാമതാണ് സിദ്ദീഖീങ്ങൾ. 3-ാമത് ശുഹദാക്കളാണ് കേട്ടോ. 3-ാമത് ശുഹദാക്കളാണ് കേട്ടോ. ചെറിയ കാര്യമല്ല അത്. അള്ളാഹു പറഞ്ഞ വാക്കാണ് ഇത്. അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഇസ്ലാമിലെ 3-ാമത്തെ സ്ഥാനമാണ് ശുഹദാക്കൾ. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ഖുർആൻ വിശ്വസിക്കോ? ഫലസ്തീനിലെ 11,500 മക്കൾ മരിച്ചിട്ടില്ല. ഖുർആൻ പറയുക വാക്കാണ്. ഫലസ്തീനിലെ 11,500 പേര് മരിച്ചിട്ടില്ല. ഖുർആനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പറയും മരിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞ വാക്കാണ്. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടഞ്ഞു മരിച്ചവര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കെട്ടിടത്തിന്റെ അടിയിൽ കിടന്ന് കുടുങ്ങി മരിച്ചവര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരമാസകലം വെന്തുപൊള്ളി മരണപ്പെട്ടു പോയവര്, അവർ മരിച്ചു എന്ന് പറയരുതേ. ബൽ മറിച്ച് അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. മറിച്ച് അള്ളാന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, വിഭവങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ. ജീവിച്ചിരിക്കുന്നവരെ ഭക്ഷിക്കുള്ളൂ. മരിച്ചു കിടക്കുന്നവൻ തിന്നൂല. തിന്നോ മന്നാനി? വാപ്പ മരിച്ചു കിടക്കാണ്. വാപ്പ രാവിലെ 2 പുഴുങ്ങിയ മുട്ടയും 1 ഗ്ലാസ് പാലും കുടിക്കും. രാവിലെ സുബഹിക്ക് മരിച്ചു വാപ്പ. ഈ മുട്ടയും കൂടെ ഒന്ന് തിന്നു വാപ്പ. ബുൾസ് അടിച്ചിട്ട് ഉപ്പ വാ തുറന്നു കൊടുത്തിട്ട്, എന്താപ്പ ഹുസൈൻ സാഹിബേ കൊടുക്കുവോ? അങ്ങനെ ആരല്ലോ നിങ്ങളെന്താ മിണ്ടാത്ത? മയ്യത്തിരിക്കുന്ന പോലെ ഇരിക്കാതെ ഹയ്യിരിക്കുന്ന പോലെ ഇരിക്കി. ഹയ്യും മയ്യത്തും തമ്മിൽ അല്ലാഹു മഗ്ഫിർലി ഹയ്യിനാ വ മയ്യിത്തിനാ. പടച്ചവനെ, ഈ ഹയ്യിനും മയ്യത്തിനും പുറത്ത് എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് മറുപടി തരണ്ട. നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ എനിക്ക് തന്നെ പാല് പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ നിർത്തുവന്ന നിങ്ങൾ ഈ മയ്യത്തിനെ പോലെ ഇരിക്കാതെ ചോദിക്കുന്ന പറഞ്ഞ മയ്യത്തിനെല്ലാം ചാപ്പ കൊടുക്കാൻ പറ്റുമോന്ന്? എന്നാ പിന്നെ അങ്ങനെ പറ, പറ്റൂല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ എന്താ? നിങ്ങളെന്താ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഏതോ റോബോട്ടിന്റെ മുന്നിൽ പ്രസംഗിക്കുന്നത് പോലെ നിങ്ങൾ മുണ്ടാണ്ടിരുന്നാലോ? നിങ്ങൾ എന്തെങ്കിലും അതിനൊരു മറുപടി പറയണ്ടേ? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ വാക്കെന്താ? ബൽ അഹ്യാഉൻ എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹ് അവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് അള്ളാഹ് പറഞ്ഞാൽ മതി. ബൽ അഹ്യാഉൻ എന്ന് അള്ളാഹ് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹ് അതുകൊണ്ട് നിർത്തിയില്ലല്ലോ. ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്നൂടെ അള്ളാഹ് ചേർത്ത് പറഞ്ഞു. ബൽ അഹ്യാഉൻ, അവർ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് അള്ളാഹ് പറഞ്ഞു നിർത്താം. പക്ഷെ അള്ളാഹ് അങ്ങനെ നിർത്തിയില്ല. ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവര് നല്ല അടിച്ചു പൊളിച്ച് ഷവർമ ഷവായ അല്ല സ്വർഗത്തിലത്തെ നല്ല കാട കോഴി തിന്നുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്ന അള്ളാഹ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മരിച്ചിട്ടില്ല എന്നല്ലേ ഹബീബേ മന്നാനി? അല്ലേ? നിങ്ങളെ പോലെ തടിയായിട്ടിരിക്കട്ടവര്. അല്ല തിന്ന് കൊഴുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. മനസ്സിലായില്ലേ? ഇതേപോലെയാണ് ഉഷാറാവണമെന്നാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ വണ്ണം കുറച്ചു കൊടുക്കട്ടെ. ഇത്ര ദുആ റബ്ബേ. നാളെ എങ്ങാണ് നിങ്ങൾ സ്ലിം ആയാൽ രക്ഷപ്പെട്ടില്ലേ? അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടില്ലേ? ആളെ സ്ലിം ആയി പോയാല് അത് അള്ളാഹ് പറയുന്ന എത്ര വലിയ വാക്ക. ഖുർആൻ ചിന്തിക്കണം.
നമ്മൾ ചിന്തിച്ച് നോക്കണ്ടേ? മരിച്ചവർ അവർ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരൂല. അതിന്റെ അള്ള ചേർത്ത് പറഞ്ഞാൽ എന്താ റബ്ബി ഉർസഖുൻ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണെന്നാ. ഇവിടെ വെള്ളമില്ല, ഇവിടെ ഭക്ഷണമില്ല, വൈദ്യുതി ഇല്ല, ഹോസ്പിറ്റലും ഇല്ല, അനസ്തേഷ്യ ഇല്ല, പാരസെറ്റാമോളും ഇല്ല, പാൻഡോളും ഇല്ല, പനഡോളും ഇല്ല, ഒന്നുമില്ല. അള്ളാന്റെ അടുക്ക എല്ലാം ഉണ്ട്. നിങ്ങൾ ഇഞ്ഞു വാന്നാ പറയുന്നത്. ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇങ്ങോട്ട് വരി, ഞാൻ തരാം, ഇങ്ങോട്ട് വരി. അതുകൊണ്ടല്ലേ കുഞ്ഞുമക്കൾ ഞങ്ങൾ ഇങ്ങനെ തയ്യാറാണ്. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. മയ്യത്തിലൊക്കെ ചിരിച്ചു കിടക്കുന്നു. ബോംബെന്ന് കണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങളൊന്നും പോകൂല, ഞങ്ങൾ മരിക്കാൻ. ഈ അടുത്ത സമയത്ത് ഈ ഖുർആൻ ചരിത്ര ഭൂമിയിലേക്കുള്ള യാത്രയിൽ കുറെ ആളുകൾ ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോയിരുന്നല്ലോ. അങ്ങനെ കൂട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിക്കുമ്പോൾ ഒരു 11 വയസ്സുകാര ഒരു കുട്ടി ബാലൻ അവിടെ നിൽക്കുന്നു. ഒരു ചോദിച്ചു, മോനെ നിന്റെ ഉപ്പ ഉമ്മ അവിടെ? ആ കുഞ്ഞു പയ്യൻ മുകളിലോട്ട് കൈ അവർ, എൻ്റെ വാപ്പ ഷഹീദ്, ഉമ്മ ഷഹീദ്. സ്വർഗത്തിലെ മുകളിലോട്ട് കൈ കാണിച്ചിട്ട് അവർക്ക് ചിരിച്ചിട്ട് അറിയാണ്. അപ്പൊ കൂടെ വന്ന് അവര് പറഞ്ഞു, മോനെ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് നിന്നെ ഡോക്ടറാക്കാം, നിന്നെ പഠിപ്പിക്കാം, ഹാഫിളാക്കാം, ഞങ്ങളുടെ നാട്ടിൽ നിനക്ക് നല്ല വലിയ സ്ഥാനം എല്ലാം കിട്ടും, നമ്മളെ കൊണ്ടുപോകാം. ഞാൻ വന്നാ പിന്നെ ഞാൻ അവിടെ വന്നാൽ, നിങ്ങളുടെ നാട്ടിൽ വന്നാൽ ഷഹീദാവാൻ പറ്റൂല. 11 വയസ്സുകാരന്റെ മനസ്സ് പറയൂ, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നാട്ടിൽ വന്നാൽ എനിക്ക് ഷഹീദാവാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ വരില്ല. എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ പോയ സ്ഥലത്ത് എനിക്ക് എത്തണം. അങ്ങനെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പരിസരത്ത് തമ്പടിച്ചിരിക്കുന്ന ഉമ്മമാരോട്, പെങ്ങന്മാരോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ ഒഴിഞ്ഞു പോകൽ ഞങ്ങൾക്കൊരു വിഷയമല്ല, പക്ഷെ ഞങ്ങൾ ഒഴിഞ്ഞു പോയാൽ ഈ ബൈത്തുൽ മുഖദ്ദസിനെ സംരക്ഷിക്കാൻ മറ്റാരുമില്ല. ബൈത്തുൽ മുഖദ്ദസിനെ സംരക്ഷിക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ സംരക്ഷകരായി മരിക്കുവോളം ഞങ്ങൾ ഇവിടെ തന്നെ തുടരും. അവർക്ക് പേടിയില്ലപ്പാ, കാരണം മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണമുണ്ടെന്ന് അവർക്ക് അറിയാവുന്ന ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. ഇത്ര ചെറിയ കാര്യമാണോ? കുഞ്ഞുമക്കൾ നിങ്ങൾ മരിച്ചുപോയി വിഷമിക്കുന്നുണ്ടോ? ഞാൻ 1-2 അതീത് പറഞ്ഞുതരാമല്ലോ, നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ. ഞാൻ 1-2 അതീത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഓർക്കും, ഓ കുഴപ്പമില്ലടാ അളിയാ, ഓ ആ കുട്ടികളൊക്കെ എന്താ രസം. ആ കുഞ്ഞു മക്കളുടെ മയ്യത്ത് ഇങ്ങനെ അട്ടി അടിക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഐസ്ക്രീം പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ. സത്യത്തിൽ എനിക്ക് ചിരി വരുവാണ് കാണുമ്പോൾ. കാരണം എന്താ? സന്തോഷിച്ചില്ലേ? നമുക്ക് വിഷമമില്ലാതല്ല, അങ്ങനെയല്ല. ആ ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയല്ലേ വരിക, സന്തോഷത്തിന്റെ കണ്ണുനീരാണ് വരിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു പെണ്ണിതാ കടന്നു വരുന്നു, കയ്യിൽ ഒരു കുഞ്ഞിനെയും എടുത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ, എനിക്കും എൻ്റെ ഈ കുഞ്ഞിനും വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ലഖദ് ദഫൻതു സലാസതൻ, എൻ്റെ 3 കുഞ്ഞുമക്കളെ ഞാൻ കബറടക്കിയവളാണ്. എൻ്റെ 3 കുഞ്ഞു പൈതൽ മരിച്ചുപോയി നബിയേ. ഇനി ബാക്കി അവശേഷിക്കുന്നത് ഈ ഒരു കുഞ്ഞു മാത്രമാണ് റസൂലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ ഈ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, ലഖദ് ഇഹ്തളർതി ലഖദ് ദഫൻതി സലാസ അദഫൻതി സലാസ, നീ 3 മക്കളെ നീ മയ്യത്തടക്കിയവളാണോ എന്ന് പറഞ്ഞാൽ 3 കുഞ്ഞുമക്കൾ നിന്റെ മരണപ്പെട്ടു പോയോ? അതേ റസൂലല്ലാഹ് എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ അവളോട് പറയുകയാണ്, ലഖദ് ഇഹ്തളർതി ബിഹിലാരിൻ ശദീദ് ലഖദ് ഇഹ്തളർതി ബിഹിലാരിൻ ശദീദിൻ മിനന്നാർ, നരകത്തിൽ നിന്നുമുള്ള രക്ഷാമതിൽ നീ അവിടെ പണിതിരിക്കുകയാണ് പെണ്ണേ. ആ 3 മക്കളുടെ വിയോഗത്തിന്റെ പേരിൽ നീ നരകത്തിലേക്ക് കടക്കൂല കേട്ടോ. 3 മക്കള് മരിച്ചുപോയതിന്റെ പേരിൽ നരകത്തിൽ നീ പോകും. വലിയ മതിൽ കെട്ടിയിരിക്കുകയാണ് 3 മക്കള്. അപ്പോൾ ഒരു സഹാബി 2 മക്കൾ എന്റെ മരിച്ചുപോയി. പിന്നെ ഒരു സഹാബി ഒരു കുട്ടി എന്റെ മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം നിനക്കുമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ സമാശ്വസിപ്പിക്കുകയാ.
ആ കുഞ്ഞു പൈതലിന്റെ പേരിൽ നാളെ സ്വർഗം നിനക്ക് അല്ലാഹു നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ശേഷം ആ സ്വഹാബിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന സഖത ലയജുറു ഉമ്മഹു ഇലൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വഹാബി തന്റെ കുഞ്ഞു പൈതൽ മരിച്ചുപോയി എന്ന ദുഃഖവാർത്ത അറിയിക്കാൻ കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുനീര് തുടച്ച് സമാശ്വസിപ്പിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ആ പിഞ്ചോമനയുണ്ടല്ലോ നാളെ നിന്റെ മുണ്ടിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തു. ആ മുണ്ടിങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് കൊച്ചുകുട്ടികൾ അങ്ങാടിയിൽ പോകുമ്പോൾ വാപ്പാന്റെ മുണ്ടിലൊക്കെ പിടിച്ചു നടക്കുന്നത് പോലെ, ഉമ്മാന്റെ മാക്സിയിൽ പിടിച്ചു നടക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ച് കാണിച്ചു കൊടുത്തു. ഈ കുഞ്ഞു പൈതല് നാളെ ഈ മുണ്ടിൽ പിടിച്ച് നിന്നെ നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ആ സ്വഹാബി ചിരിച്ചു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അത്ഫാൽ. എൻ്റെ സദസ്സിലൊക്കെ കുഞ്ഞുമക്കളൊക്കെ മരണപ്പെട്ടു പോയവർ ഉണ്ടെങ്കിലൊക്കെ ശ്രദ്ധിച്ചോളി, അവർക്കൊരു സന്തോഷ വാർത്തയാണ് ഈ പറയുന്നത്. അവരുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ടാവും. ശരി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുഞ്ഞു പൈതലുകൾ മരണപ്പെട്ടു പോയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലിരുന്നിട്ടാണ് അവസാനത്തെ കുട്ടി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഖാസിം അബ്ദുള്ള ഇബ്രാഹിം 10 മാസം 8 മാസം 17 മാസം ഒക്കെയായ കുഞ്ഞു പൈതലാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ഒരു തെളിവാ ബീവേ, നബിതങ്ങൾ യത്തീമായി ജനിച്ചു. ഒരു തെളിവാണ് നമുക്ക്. യത്തീമായ മക്കൾ ആരാണ്? യത്തീം എന്ന് പറഞ്ഞാൽ ആരാണ്? കുഞ്ഞുമക്കൾ നബിതങ്ങളുടെ വഫാത്തായി പോയി. കുഞ്ഞാമക്കളാണ്, ആമക്കളാണ് വഫാത്തായി പോയി. നബിതങ്ങളുടെ ഹയാത്തിൽ ജീവിച്ചിരുന്ന പെമ്മക്കളായിരുന്നു. നബി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആമക്കളെക്കാൾ പെമ്മക്കളെയായിരുന്നു. അതിലും തെളിവുകളാണ്. ഇതൊക്കെ നമുക്കൊരു പാടാണ്. നമ്മുടെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഇത് നമുക്കൊരു പാടാണ്. പെമ്മക്കൾ നമുക്കൊരു പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ ജീവിതത്തിൽ 3 പെമ്മക്കൾ മരിച്ചുപോയി. ആ 3 പെമ്മക്കളെ എങ്ങനെയാണ് നബിതങ്ങൾ അടക്കിയത്? അത് നമുക്കൊരു പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം, ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബിതങ്ങൾ വലിയ ഇഷ്ടപ്പെട്ട മോളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുമത്രേ. നബിതങ്ങൾ ഇരിക്കുന്ന അതേ കസേരയിൽ ആ ഫാത്തിമ എന്ന പൊന്നുമോളെ ഇരുത്തുമായിരുന്നു. അതാണ് പെമ്മക്കളോടുള്ള ആദരവ്. പെമ്മക്കളോടുള്ള ആദരവ്. നബിതങ്ങൾ പെമ്മക്കളെ ആദരിച്ചു, ബഹുമാനിച്ചു. എഴുന്നേറ്റ് ഫാത്തിമയെ കണ്ടിട്ട് എഴുന്നേറ്റു. ഏത് യാത്ര പോയാലും ഫാത്തിമ എന്ന മോളെ കാണാതെ വിശ്രമിക്കൂല. അതാണ് നബിതങ്ങൾ ആ പെൺകുട്ടിയോട് ഉള്ള സ്നേഹം. അൽബനാത്തു ഹസനാത് വൽബനൂന ഹിസാബ്. പെൺമക്കൾ ഐശ്വര്യമാണ്, അഭിവൃദ്ധിയാണ്, ആഘോഷമാണ്, ആഹ്ലാദമാണ്. അഭിനന്ദനങ്ങൾ. അൽബനാത്തു ഹസനാത്. വലിയ വാക്കാണ് നബിതങ്ങൾ പറഞ്ഞത്. വൽബനൂന ഹിസാബ്. ആൺമക്കൾ അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന് അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയണം. ആൺമക്കൾ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ഇവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന് വാപ്പ ഉമ്മ മറുപടി പറയണം ആഖിറത്തിൽ. ആണ് ഹദീസ്. അപ്പൊ നബിതങ്ങളുടെ ഹയാത്തിൽ കൊച്ചു കുട്ടികൾ മരിച്ചുപോയി. അവസാന വഫാത്താകുന്ന ഇബ്രാഹിമാണ്. കയ്യിലിരുന്ന് മരണപ്പെടുകയാണ്. പനി കൂടിയിട്ട് വഫാത്താകുമ്പോ നബിതങ്ങളുടെ കണ്ണ് ഈറനണിയുകയാ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തിരിക്കുകയാണ്. നബിതങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കുകയാണ്, വ അൻത യാ റസൂലല്ലാഹ്, വ അൻത യാ റസൂലല്ലാഹ്, ഞങ്ങളോട് കരയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരയുകയാണോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, യബ്നഊ ഹാദിഹി റഹ്മാ,
ഇബ്നു ഔഫ്, ഇതെന്റെ കണ്ണിൽ നിന്ന് വരുന്നത് റഹ്മത്തിന്റെ കണ്ണുനീരാണ് കേട്ടോ. ഈ കുഞ്ഞിന്റെ വഫാത്തിന്റെ പേരിൽ, ഈ കുഞ്ഞു മക്കള് മരിച്ചു പോയതിന്റെ പേരിൽ എനിക്ക് കരയാനൊരവസരം അല്ലാഹു നൽകിയാൽ, എന്റെ ഇബ്രാഹിം എന്നിൽ നിന്ന് വിട പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്നത് ഞാനായിരിക്കും ഇബ്നു ഔഫ്. പക്ഷെ അല്ലാഹ്ക്ക് നിരക്കാത്തതൊന്നും ഞാൻ പ്രവർത്തിക്കൂല സ്വഹാബ. പക്ഷെ ഇതെന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കണ്ണുനീരാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ ഒരു മരണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടരുത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, നിലവിളിച്ച് ഒപ്പാരയിട്ട് നെഞ്ചത്തടിച്ച് മുഖത്തടിച്ച് വസ്ത്രം കീറി ഒന്നും നിങ്ങൾ കരയരുത് കേട്ടോ. അങ്ങനെയുള്ള കരച്ചിൽ ഇസ്ലാം വിരോധിക്കുന്നു, നിരോധിക്കുകയാണ്. അല്ലാതെ റഹ്മത്തിന്റെ കണ്ണുനീര് ഒരിക്കലും അത് നിരോധിക്കുന്നില്ല. അത് ഓരോ മയ്യത്തിന്റെ പേരും നാം കൊഴിക്കേണ്ടതാണ്. അതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മയ്യത്തിന് ആ ഖബറിൽ റഹ്മത്ത് ചെയ്യുമത്രേ. അതാണ് റഹ്മത്തിന്റെ കണ്ണുനീര്. അത് വേണം. പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചുള്ള അട്ടഹസിച്ചുള്ള കരച്ചിൽ അതാണ് പാടില്ലാത്തത്. അപ്പോൾ കുഞ്ഞുമക്കള് മരണപ്പെട്ടു പോയി. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെയും മക്കള് മരിച്ചു പോകും എന്നാണ് അതിന്റെ അർത്ഥം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്നൽ അത്ഫാല യജ്തമിഊന ഫീ മൗഖിഫിൽ ഖിയാമ ഇൻദ അറദിൽ ഖലായിഖ്. നാളെ മഹ്ശറാവൻ സഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വേളയിൽ നമ്മുടെ കുഞ്ഞുമക്കളെയും അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ കുഞ്ഞുമക്കളോട് അല്ലാഹുവിന്റെ മാലാഖമാര് പറയുകയാണ്, ഇദ്ഹബൂ വദ്ഖുലൂ ഇലാ ബാബിൽ ജന്നാ. നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ, സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് നിങ്ങൾ പോകണേ. കുഞ്ഞുമക്കളെല്ലാവരും ഓടി ഓടി പോവുകയാണ്. മുത്തുകൾ വിതരപ്പെടുന്നത് പോലെ ഈ കുഞ്ഞുമക്കൾ മുഴുവനും സ്വർഗത്തിന്റെ വാതിൽക്കലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ മാലാഖമാർ അവരെ സ്വാഗതമോദി ക്ഷണിക്കുകയാണ്. മർഹബാ 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 മർഹബം ബിദുറാറിൽ മുസ്ലിമീൻ. മുസ്ലിം ലോകത്തിന്റെ പുഷ്പങ്ങളെ, പവിഴങ്ങളെ, മണിമുത്തുകളെ, ശൈശവത്തിൽ ന്യൂ ബോൺ ബേബി ആയിരിക്കുമ്പോ സ്വർഗത്തിലേക്ക് കടന്നു വന്ന മക്കളെ, നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം, കടന്നു വരണേ കടന്നു വരണേ. ഏതെല്ലാം മക്കൾ മരണപ്പെട്ടിട്ടുണ്ടോ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് എത്രയെത്ര കുഞ്ഞുമക്കള് മരിച്ചു പോയിട്ടുണ്ടോ, അവരെല്ലാം സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. മലക്കുകൾ പറയുകയാണ്, ഉദ്ഖുലൂ അൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം കേട്ടോ. ഉടനെ ആ മക്കള് സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ, സ്വർഗത്തിലേക്ക് കയറൂല. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് മലക്കുകളോടൊരു ചോദ്യമുണ്ട്. ഇന്ന് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ, ഉമ്മാന്റെ ഒക്കത്ത് പാല് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ഷഹീദാക്കപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ, ആ കുഞ്ഞുമക്കളടക്കം സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് ചോദിക്കുകയാണ്, ഐന ആബാഉനാ വ ഉമ്മഹാതുനാ, എവിടെ ഞങ്ങളുടെ ഉപ്പ, എവിടെ ഞങ്ങളുടെ ഉമ്മ? ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബാഇനാ വ ഉമ്മഹാതിനാ. അല്ലാഹുവാണ് സത്യം, ഞങ്ങളുടെ ഉപ്പ ഉമ്മ ഇല്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ. ഫയതലാഗൂ വയൽജൗന ലജ്ജാ. സ്വർഗത്തിന്റെ വാതിൽക്കൽ കടന്ന് പൊട്ടിത്തെറിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്, നിലവിളിക്കുകയാണ്. ഭയങ്കരമായ ശബ്ദ കോലാഹലത്തോടെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് അവരെ വിളിക്കുകയാ, എന്റെ ഉപ്പ, എന്റെ ഉമ്മ എവിടെ? ഞങ്ങളുടെ ഉമ്മ എവിടെ? ഉപ്പ എവിടെ? ഉടനെ അല്ലാഹു ചോദിക്കുകയാണ്, മലക്കുകളെ, മാ ഹാദിഹിൽ ലജ്ജ, എന്തേ സ്വർഗത്തിൽ
സ്വർഗത്തിന്റെ വാതിൽക്കൽ ഒരു വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നുവല്ലോ. ഉടനെ ബഹുമാനപ്പെട്ട മാലാകമാർ അല്ലാഹുവിനോട് പറയുകയാ, യാ അല്ലാഹ് റബ്ബനാ അത്ഫാലുൽ മുസ്ലിമീൻ. അല്ലാഹുവേ, മുസ്ലിം മക്കളുടെ കുഞ്ഞുമക്കളാണ്, മുസ്ലിമീങ്ങളുടെ കുഞ്ഞുമക്കളാണ്. വഹും യഖൂലൂന ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅബായിനാ വ ഉമ്മാതിനാ. അവര് പറയുകയാണ്, റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളില്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് അവർക്ക് മറുപടി നൽകിയത്? ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നഹും ലൈസു മിസ്ലക്കും വഹും യുഹാസബൂന അലൈഹാ വയുതാലബൂൻ. അവർ നിങ്ങളെ പോലെയല്ല മക്കളെ, അവർ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ. അവര് വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരണയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കണേ, സ്വർഗത്തിൽ പ്രവേശിക്കണേ. ഞങ്ങൾ പറഞ്ഞു നോക്കി പടച്ചവനെ, പക്ഷേ അവരത് കേൾക്കുന്നില്ല. അല്ലാ, അവർക്ക് അവരുടെ മാതാപിതാക്കളില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വാശി പിടിക്കുകയാണ് പടച്ചവനെ. അല്ലാഹു കരുണയുള്ളവനാ. 70 ഉമ്മമാരേക്കാൾ തന്റെ ദാസനോട് കരുണയുള്ള നാഥൻ മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ, തഖല്ലലൂ വൽ ജുമുഅ വഖുദൂ ബിഐദീഹിം. അവരെ ആ ജനസഞ്ചയത്തിലേക്ക് ഒന്ന് ഇറക്കി വിടണേ. ആ കുഞ്ഞുമക്കളെ ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒന്ന് ഇറക്കി വിടണേ. അവരവരുടെ മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ആ മാതാപിതാക്കൾക്കിനി ഹിസാബില്ല, വിചാരണയില്ല. ആ മക്കളെ എടുത്ത് ചുംബിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അവരുടെ വീട്ടിന്റെ പേര്, സ്വർഗത്തിന്റെ വീടിന്റെ പേര് ബൈത്തുൽ ഹംദ്. ആ സ്വർഗത്തിന്റെ പേരാണ് ബൈത്തുൽ ഹംദ്. നേരെ അവർ വീട്ടിലേക്ക് കയറും. മക്കൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. മക്കൾ അവർക്ക് വേണ്ടി ശഫാഅത്ത്. അപ്പൊ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുഞ്ഞു മക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മമാർക്ക് സന്തോഷിക്കാം. അവർ നാളെ ആ മക്കളോടൊപ്പം സ്വർഗത്തിലാണ്. നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ മക്കളൊക്കെ ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ കുഞ്ഞുങ്ങൾക്ക് ആരാണ് മുല കൊടുക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നത് ആരാണ്? കുഞ്ഞുമക്കളെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിവെച്ചിട്ട് ഹയ എന്ന പൊന്നുമോളടക്കം എഴുതി വെച്ചില്ലേ, ഞാനിതാ സ്വർഗത്തിലേക്ക് പോവുകയാ, എൻ്റെ കളിപ്പാട്ടം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്നൊക്കെ എഴുതി വെച്ചു പോയ പൊന്നുമക്കള് കളിപ്പാട്ടം കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നമ്മുടെ മക്കളെ, ആരാണ് നമ്മുടെ കുഞ്ഞുമക്കളെ സ്വർഗലോകത്തവർ മരണപ്പെട്ടതിന് ശേഷം അവരെ പരിപാലിക്കുന്നത് ആരാണ് നബിയെ എന്ന് സഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യകുഫുലുഹും അയ്യർആഹും ബഅദ മൗതിഹിം. ആ കുഞ്ഞുമക്കൾ മരണപ്പെട്ടതിന് ശേഷം അവരെ പരിപാലിക്കുന്നത് ആരെന്നറിയോ? നബിയുല്ലാഹി ഇബ്രാഹിം വസൗജതുഹു ഹാജറ സാറ വഹാജറ. ഹബീബായ തങ്ങളെ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന് പലസ്തീനിന്റെ മണ്ണിൽ പിടഞ്ഞു വീഴുന്ന ഉമ്മയെ ഉപ്പയെ കണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞു കളി, ആ കളി പോലും മാറിയിട്ടില്ലാത്ത, ചിരി പോലും മങ്ങിയിട്ടില്ലാത്ത ആ കുഞ്ഞു ഹൃദയങ്ങളെ ആരാണ് പരിപാലിക്കുന്നത് നബിയേ?
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരെ പരിപാലിക്കുന്നത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ ഭാര്യയായ സാറാ ഹാജറ, അവരാണ് കുഞ്ഞുമക്കളെ പരിപാലിക്കുന്നത്, അവരെ മുലയൂട്ടുന്നത്, അവരെ കളിപ്പിക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നത്, അവരെ രസിപ്പിക്കുന്നത്. ഹത്താ യറുദ്ദഹും ഇലാ ആബായിഹിം വ ഉമ്മഹാതിഹിം യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇവരുടെ യഥാർത്ഥ മാതാപിതാക്കൾ വരുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വസൗജതുഹു സാറാ, അവരുടെ ഭാര്യയും ഈ മക്കളെ അവരുടെ ഉമ്മ ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിക്കുമത്രേ. നബിയുന റസൂലുള്ളാഹി. ഈ ഒരു ഭാഗ്യം വേറെ ആർക്കുണ്ട്? ഈ ഒരു ഭാഗ്യം ആർക്കുണ്ട്?